ഹായ് ഓൾ, നോളജ് വേൾഡിൻ്റെ പുതിയൊരു സൈക്കോളജി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ സൈക്കോളജി ക്ലാസ്സിൽ നമ്മൾ മനഃശാസ്ത്രം, അതിൻ്റെ പ്രധാനപ്പെട്ട നിർവചനങ്ങൾ, പിന്നെ മനഃശാസ്ത്ര ശാഖകൾ എന്നുള്ള ടോപ്പിക്കായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ക്ലാസ് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മനഃശാസ്ത്രജ്ഞരും ആശയങ്ങളും എന്നുള്ളൊരു ടോപ്പിക്കാണ്. ഈ ഒരു ടോപ്പിക്കിൽ പ്രധാനമായിട്ടും മനഃശാസ്ത്ര ചിന്താധാരകളെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. പ്രധാനമായിട്ടും നമ്മുടെ സിലബസിൽ എടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഘടനാവാദം മുതൽ സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം വരെ, അതായത് സ്ട്രക്ചറലിസം മുതൽ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം വരെയാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ പ്രധാനപ്പെട്ട മനഃശാസ്ത്ര ചിന്താധാരകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഇത് പറയാം, ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ചിന്താധാരകൾ എന്നുള്ളത്. അതിനുശേഷം നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകാം. ഓക്കെ ആണല്ലോ? ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട മനഃശാസ്ത്ര ചിന്താധാരകൾ? നോക്കൂ: ഘടനാവാദം അഥവാ സ്ട്രക്ചറലിസം, ധർമ്മവാദം അഥവാ ഫങ്ഷണലിസം, സമഗ്രവാദം അഥവാ ഗെസ്റ്റാൾഡിസം, വ്യവഹാരവാദം അഥവാ ചേഷ്ടാവാദം, ബിഹേവിയറിസം എന്ന് ഇംഗ്ലീഷിൽ പറയും. അടുത്ത നോക്കൂ: മനോവിശ്ലേഷണ സിദ്ധാന്തം അഥവാ മാനസിക അപഗ്രഥനം എന്നൊക്കെ പറയും. ഇതിന് ഇംഗ്ലീഷിൽ പറയാം എന്താ? സൈക്കോ അനലൈറ്റിക്. അടുത്തതാണ് മാനവികതാവാദം അഥവാ ഹ്യൂമണിസം എന്ന് പറയുന്നത്. അടുത്തതാണ് ജ്ഞാനനിർമ്മിതിവാദം അഥവാ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം. ലാസ്റ്റത്താണ് സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം അഥവാ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് മനഃശാസ്ത്ര ചിന്താധാരകൾ എന്ന് പറയുന്നത്? ഘടനാവാദം, ധർമ്മവാദം, സമഗ്രവാദം, വ്യവഹാരവാദം, മനോവിശ്ലേഷണ സിദ്ധാന്തം, മാനവികതാവാദം, ജ്ഞാനനിർമ്മിതിവാദം ആൻഡ് സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദം. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് ഓരോ മനഃശാസ്ത്ര ചിന്താധാരകളും എന്തൊക്കെ ആശയങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്, ആരൊക്കെയാണ് അതിൻ്റെ ഉപജ്ഞാതാവ്, ആരൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വക്താക്കള് എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ആദ്യത്തെ മനഃശാസ്ത്ര ചിന്താധാരയാണ് ഘടനാവാദം അഥവാ സ്ട്രക്ചറലിസം എന്ന് പറയുന്നത്. ആരാണ് ഘടനാവാദത്തിൻ്റെ പിതാവ് അല്ലെങ്കിൽ ഉപജ്ഞാതാവായിട്ട് അറിയപ്പെടുന്നത്? ജർമ്മൻ ദാർശനികനായിട്ടുള്ള വില്യം വൂണ്ടാണ് ഈ ഒരു ഘടനാവാദത്തിന് തുടക്കമിട്ടത്. അപ്പൊ ഇതിന്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത് വില്യം വൂണ്ടാണ്. അദ്ദേഹം ഒരു ജർമ്മൻ ദാർശനികനാണ്. അപ്പോൾ ഈ വില്യം വൂണ്ട് എന്ന ഈ ഒരു മനഃശാസ്ത്രജ്ഞന്റെ പേര് കേൾക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്? ഇപ്പോൾ ഘടനാവാദത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വില്യം വൂണ്ടാണ്. അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വില്യം വൂണ്ടിനെ കുറിച്ച് 2-3 പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയായിരുന്നു? ഒന്ന്, മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? വില്യം വൂണ്ടിനെയാണ് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും വിചാരിക്കുന്നു. മനഃശാസ്ത്രത്തിന്റെ പിതാവായിട്ടും ആരറിയപ്പെടുന്നുണ്ട്? വില്യം വൂണ്ട് അറിയപ്പെടുന്നുണ്ട്. അതുപോലെ പരീക്ഷണ മനഃശാസ്ത്രത്തിന്റെ സ്ഥാപകൻ എന്ന പേരിലും ആരറിയപ്പെടുന്നുണ്ട്? വില്യം വൂണ്ട് അറിയപ്പെടുന്നുണ്ട്. അതുപോലെ ലോകത്തിലെ ആദ്യ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ് എന്നുള്ള ചോദ്യത്തിനും ആരാണ്? വില്യം വൂണ്ടാണ്. ലോകത്തിലെ ആദ്യ മനഃശാസ്ത്ര പരീക്ഷണശാല എവിടെയാണ് സ്ഥാപിച്ചത്? ജർമ്മനിയിലെ ലിപ്സിഗിൽ. ഏത് വർഷമാണ്? 1879 ജർമ്മനിയിലെ ലിപ്സിഗിൽ ആര് സ്ഥാപിച്ചു? വില്യം വൂണ്ട് എന്ത് സ്ഥാപിച്ചു? മനഃശാസ്ത്ര പരീക്ഷണശാല. അപ്പൊ ലോകത്തിലെ ആദ്യ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ച മനഃശാസ്ത്രജ്ഞൻ ആര് എന്നുള്ള ചോദ്യത്തിനും ആരാണ് ഉത്തരായിട്ട് വരിക? വില്യം വൂണ്ടാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഘടനാവാദത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് വില്യം വൂണ്ടാണ്, മറക്കരുത്. അതുപോലെ ആത്മപരിശോധനാ രീതിയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ചിന്താധാരയാണ് എന്ത്? ഘടനാവാദം എന്ന് പറയുന്നത്. അപ്പൊ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് വികസിപ്പിച്ചത് ആരാണ്? വില്യം വൂണ്ടാണ് കേട്ടോ. അപ്പോൾ ആത്മപരിശോധനാ രീതിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്ത്? ഘടനാവാദം എന്ന് പറയുന്നത്, അഥവാ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് എന്തോ ഈ ഒരു ഘടനാവാദം എന്ന് പറയുന്നത്. അപ്പൊ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് വികസിപ്പിച്ചത് വില്യം വൂണ്ടാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. അതുപോലെ ഈ ഒരു ഘടനാവാദം രൂപം കൊണ്ടത് ജർമ്മനിയിലാണ്. പക്ഷെ ഇത് വളർന്ന് വികസിച്ചത് എവിടെയാണ്?
അമേരിക്കയിലാണ്. ഇപ്പൊ ജർമ്മനിയിൽ രൂപം കൊണ്ട ഈ ഒരു മനഃശാസ്ത്ര വിഭാഗം വളർന്ന് വികസിച്ചത് അമേരിക്കയിലാണ്. ജർമ്മനിയിൽ രൂപം കൊണ്ട ഈ മനഃശാസ്ത്ര വിഭാഗം വളർന്ന് വികസിച്ചത് അമേരിക്കയിലാണ്. അപ്പോൾ എന്താണ് ഈ ഒരു ഘടനാവാദം എന്ന് പറഞ്ഞാൽ, അഥവാ സ്ട്രക്ചറലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ പേരിൽ തന്നെ ഉണ്ടല്ലേ ഘടന അഥവാ സ്ട്രക്ചർ അല്ലേ. എന്താണ് ഇവർ പറയുന്നത്? ഒരു വസ്തുവിന്റെ ഘടനയാണ് അതിന്റെ ധർമ്മത്തെ നിർണയിക്കുന്നത് എന്നതിൽ അധിഷ്ഠിതമാണ് എന്ത്? ഘടനാവാദം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പ്രാധാന്യം നൽകുന്നത് എന്തിനാണ്? അതിന്റെ ഘടനയ്ക്കാണ് അല്ലെ. എന്താണ് ഇവർ പറയുന്നത്? ഒരു വസ്തുവിന്റെ ഘടനയാണ് അതിന്റെ ധർമ്മത്തെ നിർണയിക്കുന്നത് എന്നതിൽ അധിഷ്ഠിതമാണ് എന്താ? ഘടനാവാദം എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് എന്തിനാണ്? അതിന്റെ ഘടനയ്ക്കാണ്, അഥവാ അതിന്റെ സ്ട്രക്ചറിനാണ്. എന്തിന് ഇവർ ഘടനാവാദികൾ പ്രാധാന്യം നൽകിയിരിക്കുന്നത്? ഇവർ പറയുന്നത് എന്താണ്? ഒരു ഘടന മനസ്സിലാവാതെ നമുക്ക് അതിന്റെ ധർമ്മം മനസ്സിലാവില്ല എന്നാണ് ആര് പറയുന്നത്? ഘടനാവാദികൾ പറയുന്നത് എന്നുള്ളതാണ്. അപ്പം ഒരു വസ്തുവിന്റെ ഘടനയാണ് അതിന്റെ ധർമ്മത്തെ നിർണയിക്കുന്നത് എന്നതിൽ അധിഷ്ഠിതമാണ് എന്ത്? ഘടനാവാദം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അതുപോലെ മനുഷ്യ മനസ്സിന്റെ ഘടകങ്ങളായിട്ടുള്ള സംവേദനം അഥവാ സെൻസേഷൻ, പ്രത്യക്ഷണം അഥവാ പെർസെപ്ഷൻ, സ്മൃതി അഥവാ മെമ്മറി, വികാരം അഥവാ ഇമോഷൻസ് അല്ലെങ്കിൽ ഫീലിങ്സ്, ഉദ്ദേശ്യം അഥവാ പർപ്പസ്, ഇവയെ കുറിച്ചുള്ള പഠനമാണ് ഘടനാവാദം എന്നാണ് പറയുന്നത്. അപ്പം വില്യം വൂണ്ട് അപഗ്രഥനത്തിന് വിധേയമാക്കിയ ഘടകങ്ങൾ ഏതൊക്കെയാണ്? മനുഷ്യ മനസ്സിന്റെ ഘടകങ്ങളാണ് അല്ലെ. അപ്പൊ ഏതൊക്കെയാണ് മനുഷ്യ മനസ്സിന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത്? സംവേദനം അഥവാ സെൻസേഷൻ, പ്രത്യക്ഷണം അഥവാ പെർസെപ്ഷൻ, സ്മൃതി അഥവാ മെമ്മറി, വികാരം അഥവാ ഇമോഷൻസ്, ഉദ്ദേശ്യം അഥവാ പർപ്പസ്. അപ്പോൾ ഇത്രയും ഘടകങ്ങളെയാണ് വില്യം വൂണ്ട് അപഗ്രഥനത്തിന് വിധേയമാക്കിയത്. അപ്പൊ ഇവരെന്താണ്, ഘടനവാദികൾ എന്താണ് പറയുന്നത്? ഈ പറയുന്ന മനുഷ്യ മനസ്സിന്റെ ഘടകങ്ങളെയൊക്കെ എന്ത് ചെയ്യാം? വേർതിരിച്ച് പഠിക്കുക എന്നാണ് ആര് പറയുന്നത്? ഘടനാവാദികൾ പറയുന്നത്. അപ്പം മനുഷ്യ മനസ്സിന്റെ ഘടകങ്ങളായിട്ടുള്ള സംവേദനം, പ്രത്യക്ഷണം, സ്മൃതി, വികാരം, ഉദ്ദേശ്യം എന്നിവയാണ് ആര് അപഗ്രഥനത്തിന് വിധേയമാക്കിയത്? ഘടനാവാദികൾ പഠന വിധേയമാക്കിയത് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഘടനാവാദത്തിന്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ ഘടനാവാദത്തിന് തുടക്കമിട്ടത് വില്യം വൂണ്ടാണെന്ന് പറഞ്ഞു അല്ലെ. പക്ഷെ ഈ ഒരു ഘടനാവാദത്തിന് ഏറ്റവും കൂടുതൽ പ്രചാരം നൽകിയ മനഃശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്നത് എഡ്വേർഡ് ബി ടിച്ച്നർ ആണ്. ഘടനാവാദത്തിന് ഏറ്റവും കൂടുതൽ പ്രചാരം നൽകിയ മനഃശാസ്ത്രജ്ഞൻ എഡ്വേർഡ് ബി ടിച്ച്നർ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഘടനാവാദത്തിന് തുടക്കമിട്ടത് വില്യം വൂണ്ട് ആണെന്ന് പറഞ്ഞു. അതുപോലെ ഈ ഒരു ഘടനാവാദത്തിന് കൂടുതൽ പ്രചാരം നൽകിയ മനഃശാസ്ത്രജ്ഞന് എഡ്വേർഡ് ബി ടിച്ച്നർ ആണെന്ന് പറഞ്ഞു അല്ലെ. അതുപോലെ ഇതിലെ മറ്റു പ്രമുഖ വക്താക്കളാണ് വെബറും ഫെഷ്നറും. ആരൊക്കെയാണ് അപ്പോൾ ഇതിലെ പ്രമുഖ വക്താക്കൾ എന്ന് പറയുന്നത്? വില്യം വൂണ്ട്, എഡ്വേർഡ് ബി ടിച്ച്നർ, വെബർ, ഫെഷ്നർ. അതുപോലെ വില്യം വൂണ്ടിന്റെ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു ബുക്കാണ് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി അഥവാ മനഃശാസ്ത്രത്തിന് ഒരു ആമുഖം എന്ന് പറയുന്നത് വില്യം വൂണ്ടിന്റെ ഒരു പ്രശസ്തമായിട്ടുള്ളൊരു പുസ്തകമാണ്. ആ പേരൊന്ന് ഓർത്തിരിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഘടനാവാദത്തിൽ പറയുന്നത്. അടുത്ത ചിന്താധാരയാണ് ധർമ്മവാദം അഥവാ ഫങ്ഷണലിസം എന്ന് പറയുന്നത്. ഇത് ആവിഷ്കരിച്ചത് വില്യം ജെയിംസ് ആണ്. അപ്പൊ ധർമ്മവാദം ആവിഷ്കരിച്ചത് വില്യം ജെയിംസ് ആണ്. അമേരിക്കൻ മനഃശാസ്ത്രത്തിന്റെ പിതാവായിട്ടും ആരറിയപ്പെടുന്നുണ്ട്? വില്യം ജെയിംസ് അറിയപ്പെടുന്നുണ്ട്. അതായത് ഫാദർ ഓഫ് അമേരിക്കൻ സൈക്കോളജി എന്നറിയപ്പെടുന്നത് ആരാണ്? വില്യം ജെയിംസ് ആണ്. അതുപോലെ ധർമ്മവാദം അഥവാ ഫങ്ഷണലിസം എന്ന് പറയുന്നത് ഈ ഒരു ചിന്താധാര ഉടലെടുത്തത് അമേരിക്കയിലാണ്. അപ്പൊ അമേരിക്കയിൽ വികാസം പ്രാപിച്ചിട്ടുള്ള ഒരു മനഃശാസ്ത്ര ചിന്താധാരയാണ് എന്ത്? ധർമ്മവാദം എന്ന് പറയുന്നത് അഥവാ ഫങ്ഷണലിസം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ധർമ്മവാദം അഥവാ ഫങ്ഷണലിസം എന്ന് പറഞ്ഞാല്? നമ്മൾ നേരത്തെ പറഞ്ഞു ഘടനാവാദം എന്ന് പറഞ്ഞാൽ ഘടനയ്ക്കായിരുന്നു അല്ലെ പ്രാധാന്യം നൽകിയിരുന്നത്. എന്നാൽ ധർമ്മവാദം എന്തിനാണ് പ്രാധാന്യം നൽകുന്നത്? അതിന്റെ പേരിൽ തന്നെ ഉണ്ടല്ലേ, ഫങ്ഷൻസിന് അല്ലെ, അഥവാ ധർമ്മത്തിനാണ് ഇവര് പ്രാധാന്യം നൽകിയിട്ടുള്ളത്. അതായത് പരിസരവുമായി ഇണങ്ങിച്ചേരാൻ മനസ്സിനെയും അതുവഴി ജീവിയെയും സഹായിക്കുന്നത് മനസ്സിന്റെ ധർമ്മമാണെന്നാണ് ആര് പറയുന്നത്? ധർമ്മവാദികൾ പറയുന്നത്. എന്താണ്? പരിസരമായി ഇണങ്ങിപ്പോവാന് മനസ്സിനെയും അതുവഴി ജീവിയെയും സഹായിക്കുന്നത് മനസ്സിന്റെ ധർമ്മമാണെന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് ഇവര് ധർമ്മത്തിനാണ് അല്ലെങ്കിൽ ഫങ്ഷൻസിനാണ് ഇവര് പ്രാധാന്യം നൽകിയിട്ടുള്ളത്.
അതുപോലെ ഈ ധർമ്മവാദികള് മനസ്സിന്റെ പ്രവർത്തന ഘടകങ്ങൾക്കാണ് കൂടുതലും പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ഇപ്പൊ ഇവരെന്തിനാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത്? മനസ്സിന്റെ പ്രവർത്തന ഘടകങ്ങൾക്കാണ് കൂടുതലും പ്രാധാന്യം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പഠനം, ഓർമ്മ, പ്രചോദനം, പ്രശ്നാപഗ്രഥനം എന്നീ ധർമ്മങ്ങളെ കുറിച്ചായിരിക്കണം മനഃശാസ്ത്രം പഠിക്കേണ്ടതെന്നായിരുന്നു ആര് വാദിച്ചിരുന്നത്? ധർമ്മവാദികള് വാദിച്ചിരുന്നത്. അപ്പം പഠനം, ഓർമ്മ, പ്രചോദനം, പ്രശ്നാപഗ്രഥനം എന്നീ ധർമ്മങ്ങളെ കുറിച്ചായിരിക്കണം മനഃശാസ്ത്രം പഠിക്കേണ്ടതെന്നാണ് ധർമ്മവാദികള് പറയുന്നത്. അപ്പോൾ ഘടനാവാദത്തിൽ എന്തായിരുന്നു അപഗ്രഥനത്തിന് വിധേയമാക്കിയത്? മനസ്സിന്റെ ഘടകങ്ങൾക്കായിരുന്നു അല്ലെ. അതായത് മനസ്സിന്റെ ഘടകങ്ങളായിട്ടുള്ള സംവേദനം, പ്രത്യക്ഷണം, സ്മൃതി, വികാരം, ഉദ്ദേശ്യം എന്നീ ഘടകങ്ങളെ കുറിച്ചുള്ള പഠനമായിരുന്നു എന്ത്? ഘടനാവാദം എന്ന് പറയുന്നത്. എന്നാൽ ധർമ്മവാദം എന്തിനായിരുന്നു അപഗ്രഥനത്തിന് വിധേയമാക്കിയത്? ഏതൊക്കെ ഘടകങ്ങൾക്കായിരുന്നു? പഠനം, ഓർമ്മ, പ്രചോദനം, പ്രശ്നാപഗ്രഥനം അപ്പൊ എന്നീ ധർമ്മങ്ങളെ കുറിച്ചായിരിക്കണം മനഃശാസ്ത്രം പഠിക്കേണ്ടത് എന്നാണ് ഇവര് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതുപോലെ ചെയ്യുന്നതിലൂടെ പഠിക്കുക അല്ലെങ്കിൽ ലേണിംഗ് ബൈ ഡൂയിങ് എന്നതിനായിരുന്നു ഇവർ വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നത്. ചെയ്യുന്നതിലൂടെ പഠിക്കുക അഥവാ ലേണിംഗ് ബൈ ഡൂയിങ്ങിന്. അതായത് മനുഷ്യൻ എന്തൊക്കെ ചെയ്യുന്നു, എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകാൻ ശ്രമിക്കുന്ന ഒരു മനഃശാസ്ത്ര വിഭാഗമാണ് അല്ലെങ്കിൽ ഒരു മനഃശാസ്ത്ര ചിന്താധാരയാണ് ധർമ്മവാദം അഥവാ ഫങ്ഷണലിസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചെയ്യുന്നതിലൂടെ പഠിക്കുക അല്ലെങ്കിൽ ലേണിംഗ് ബൈ ഡൂയിങ്ങിനായിരുന്നു ധർമ്മവാദികൾ കൂടുതലും പ്രാധാന്യം നൽകിയിരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതേപോലെ തന്നെ അധ്യാപനത്തിനും പഠനത്തിനുമായി പ്രൊജക്റ്റ് മെത്തേഡ് പോലുള്ള പ്രവർത്തനാധിഷ്ഠിത രീതികൾക്കാണ് ഇവർ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ഇപ്പൊ ധർമ്മവാദികൾ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് അധ്യാപനത്തിനും പഠനത്തിനുമായി പ്രൊജക്റ്റ് മെത്തേഡ് പോലുള്ള പ്രവർത്തനാധിഷ്ഠിത രീതികൾക്കും ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? ഇമ്പോർട്ടൻസ് നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി അഥവാ മനഃശാസ്ത്ര തത്വങ്ങൾ എന്ന് പറയുന്നത് വില്യം ജെയിംസിന്റെ ഒരു പ്രധാനപ്പെട്ടിട്ടുള്ളൊരു ബുക്കാണ്. അപ്പൊ ആ ബുക്കിന്റെ പേര് മറന്നു പോകരുത്. പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി ആരുടേതാണ്? വില്യം ജെയിംസിൻ്റെതാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ധർമ്മവാദത്തിൽ അല്ലെങ്കിൽ ഫങ്ഷണലിസത്തിൽ പറയുന്നത്. അടുത്ത ചിന്താധാരയാണ് സമഗ്രതാവാദം അഥവാ ഗെസ്റ്റാൾഡിസം എന്ന് പറയുന്നത്. അപ്പൊ ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഈ ഒരു ചിന്താധാരയുടെ പേര് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരിക എന്താണ്? കോഹ്ലർ, അതുപോലെ തന്നെ സുൽത്താൻ എന്ന ചിമ്പാൻസിയിൽ നടത്തിയിട്ടുള്ള പരീക്ഷണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുക അല്ലെ. പക്ഷേ ഈ ഒരു ചിന്താധാരയുടെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത് മാക്സ് വെർത്തീമർ ആണ്. അതുപോലെ തന്നെ ഈ ഒരു സമഗ്രതാവാദം രൂപം കൊണ്ടത് ജർമ്മനിയിലാണ്. അപ്പൊ ജർമ്മനിയിൽ രൂപം കൊണ്ട ഈ ഒരു മനഃശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് മാക്സ് വെർത്തീമർ ആണ്. ആരാണ്? മാക്സ് വെർത്തീമർ ആണ് ഈ ഒരു സമഗ്രതാവാദത്തിന്റെ ഉപജ്ഞാതാവായിട്ട് അറിയപ്പെടുന്നത്. ഈ ഒരു ചിന്താധാര രൂപം കൊണ്ടത് ജർമ്മനിയിലാണ്. എന്താണ് ഈ ഗെസ്റ്റാൾഡ് എന്ന പദത്തിന്റെ അർത്ഥം? ഈ ഗെസ്റ്റാൾഡ് എന്ന് പറയുന്നത് ഒരു ജർമ്മൻ ടേമാണ്. അപ്പൊ ആ ഒരു പദത്തിന്റെ അർത്ഥം എന്താണ്? സമഗ്ര രൂപം അഥവാ സാകല്യ രൂപം എന്നാണ് ഈ ഒരു ഗെസ്റ്റാൾഡ് എന്ന ജർമ്മൻ പദത്തിന്റെ അർത്ഥം. സമഗ്ര രൂപം അഥവാ സാകല്യ രൂപം എന്നാണ്. അപ്പോൾ എന്താണ് ഗെസ്റ്റാൾഡിസം അല്ലെങ്കിൽ സമഗ്രതാവാദം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവർ പറയുന്നത് എന്താ വെച്ചാല് ഭാഗങ്ങളുടെ ആകെ തുകയേക്കാൾ മെച്ചപ്പെട്ടതാണ് അതിൻ്റെ സമഗ്രത എന്നാണ് ആര് പറയുന്നത്? ഗെസ്റ്റാൾഡിസം പറയുന്നത്. അതായത് ഇവിടെ ഭാഗങ്ങളെക്കാൾ അതിൻ്റെ സമഗ്രതയ്ക്കാണ് ഇവരെന്ത് ചെയ്യുന്നത്? പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ഇപ്പം നമ്മളിപ്പോൾ എന്ത് സംഗതി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ പൂർണ്ണതയ്ക്കാണ് നമ്മൾ എന്ത് ചെയ്യുക? പ്രാധാന്യം കൊടുക്കുന്നത് അല്ലേ? ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പിക്ചർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ചിത്രം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചിത്രത്തിന് അല്ലെങ്കിൽ ആ ഒരു പിക്ചറിന് എന്തുണ്ടാവും? ഒരുപാട് എലമെന്റ്സ് ഉണ്ടാവും. നമ്മൾ അത് ഓരോന്നും എടുത്ത് നോക്കാതെ നമ്മൾ അതിനെ മൊത്തമായിട്ട് കാണുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവരിവിടെ പറയുന്നത്. ഭാഗങ്ങളുടെ ആകെ തുകയേക്കാൾ മെച്ചപ്പെട്ടതാണ് അതിൻ്റെ സമഗ്രത എന്ന് പറയുന്നത്. അതായത് സമഗ്രതയിലാണ് യഥാർത്ഥ അറിവ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്നാണ് ഗെസ്റ്റാൾഡിസം പറയുന്നത്. ഓക്കെ ആണല്ലോ? അതുപോലെ ഒരു പ്രതിഭാസത്തിന്റെ സമഗ്രമായ അനുഭവമാണ് പ്രത്യക്ഷണത്തിന്റെ അഥവാ പെർസെപ്ഷന്റെ അടിസ്ഥാനം എന്ന് അനുശാസിക്കുന്ന സിദ്ധാന്തമാണ് എന്താ? ഈ സമഗ്രതാവാദം അഥവാ ഗെസ്റ്റാൾഡിസം എന്ന് പറയുന്നത്. ഒരു പ്രതിഭാസത്തിന്റെ സമഗ്രമായ അനുഭവമാണ് പ്രത്യക്ഷണത്തിന്റെ അഥവാ പെർസെപ്ഷന്റെ അടിസ്ഥാനം എന്ന് അനുശാസിക്കുന്ന സിദ്ധാന്തമാണ്
സമഗ്രതാവാദം അഥവാ ഗെസ്റ്റാൾഡിസം എന്ന് പറയുന്നത്. അപ്പോൾ എവിടെയും നമ്മൾ പെർസെപ്ഷൻ എന്നോ അല്ലെങ്കിൽ പ്രത്യക്ഷണം എന്നോ അല്ലെങ്കിൽ സമഗ്രത അല്ലെങ്കിൽ പൂർണ്ണത എന്നൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർത്തിരിക്കുക? സമഗ്രതാവാദം അല്ലെങ്കിൽ ഗെസ്റ്റാൾഡിസവുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ സമഗ്രതയിൽ നിന്നും ഉളവാക്കുന്ന ഉൾക്കാഴ്ചയാണ്, അതായത് ഇൻസൈറ്റ് ആണ് പഠനത്തിന് നിദാനം എന്നാണ് ഗെസ്റ്റാൾഡിസം പറയുന്നത്. സമഗ്രതയിൽ നിന്നും ഉളവാക്കുന്ന ഉൾക്കാഴ്ചയാണ് പഠനത്തിന് നിദാനം എന്നാണ് ഗെസ്റ്റാൾഡിസം അഥവാ സമഗ്രതാവാദം പറയുന്നത്. അതായത് ഇൻസൈറ്റ് അഥവാ ഉൾക്കാഴ്ച ഈ സമഗ്രതയിൽ നിന്നാണല്ലോ ഉൾക്കാഴ്ചയിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ സമഗ്രതയിൽ നിന്നും ഉളവാക്കുന്ന ഉൾക്കാഴ്ചയാണ് പഠനത്തിന് നിദാനം എന്നാണ് ആര് പറയുന്നത്? ഗെസ്റ്റാൾഡിസം പറയുന്നത്. അതുപോലെ ഉദ്ഗ്രഥിത സമീപനത്തിന്റെ മനഃശാസ്ത്ര അടിത്തറയായി പരിഗണിക്കാവുന്ന ചിന്താധാരയാണ് എന്താ? ഈ ഗെസ്റ്റാൾഡിസം അഥവാ സമഗ്രതാവാദം എന്ന് പറയുന്നത്. എന്താണ് ഈ ഉദ്ഗ്രഥിത സമീപനം അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് എന്നൊക്കെ പറയുന്നത്? ഇപ്പൊ നമ്മുടെ പ്രൈമറി ക്ലാസ്സുകളിലെല്ലാം തന്നെ ഇപ്പോൾ ഈ ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് അല്ലെങ്കിൽ ഈ ഒരു ഉദ്ഗ്രഥിത സമീപനാണല്ലേ ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ ഓരോ വിഷയങ്ങളും നമ്മൾ വേർതിരിക്കാതെ ഒന്നിനോട് ഒന്ന് ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ കണക്ട് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പഠിപ്പിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ജലം എന്നുള്ള ഒരു ടോപ്പിക്, അപ്പൊ അതിനെ നമ്മൾ എങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്? വെള്ളം എന്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ, ഏതൊക്കെ സ്രോതസ്സുകളിൽ നിന്നാണ് നമുക്ക് വെള്ളം കിട്ടുന്നത്, അതുപോലെ തന്നെ വെള്ളത്തെക്കുറിച്ചുള്ള പാട്ടുകൾ, വെള്ളത്തെക്കുറിച്ചുള്ള കവിതകൾ, ഏറ്റവും കൂടുതൽ വെള്ളം കിട്ടുന്നത് എവിടെ, ഏറ്റവും കുറവ് വെള്ളം കിട്ടുന്നത് എവിടെന്ന്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്? സമഗ്രമായിട്ടാണ് പഠിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ സോഷ്യൽ സയൻസ്, മലയാളം, കണക്ക് ഇവ വേർതിരിക്കാതെ നമ്മൾ എന്ത് ചെയ്യാണ്? സമഗ്രമായിട്ട് അല്ലെങ്കിൽ പൂർണ്ണമായാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ ഒരു സമീപനമാണ് എന്തെന്ന് പറയുന്നത്? ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഉദ്ഗ്രഥിത സമീപനത്തിന്റെ മനഃശാസ്ത്ര അടിത്തറയായി പരിഗണിക്കാവുന്ന ചിന്താധാര ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് എന്താണ്? സമഗ്രതാവാദമാണ് അഥവാ ഗെസ്റ്റാൾഡിസം ആണെന്നും കൂടി ഓർത്തിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു സമഗ്രതാവാദം അഥവാ ഗെസ്റ്റാൾഡിസം എന്നതിന്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത് മാക്സ് വർത്തീമർ എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു ജർമ്മൻ സൈക്കോളജിസ്റ്റും കൂടെയാണ്. ഇതിലെ മറ്റ് വക്താക്കളാണ് കർട്ട് കോഫ്ക, വോൾഫ് ഗാങ് കോഹ്ലർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട വക്താക്കൾ ആരൊക്കെയാണ്? മാക്സ് വർത്തീമർ, കർട്ട് കോഫ്ക, വോൾഫ് ഗാങ് കോഹ്ലർ. പ്രൊഡക്റ്റീവ് തിങ്കിങ് എന്നുള്ളത് മാക്സ് വർത്തീമറുടെ ഒരു പ്രധാനപ്പെട്ടുള്ള ഒരു ബുക്കാണ്. അപ്പോൾ ആ ഒരു പേരും കൂടെ ഓർത്തിരിക്കുക. പ്രൊഡക്റ്റീവ് തിങ്കിങ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ബുക്കാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സമഗ്രതാവാദം അഥവാ ഗെസ്റ്റാൾഡിസം എന്നുള്ള ഈ ഒരു മനഃശാസ്ത്ര ചിന്താധാരയിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത ചിന്താധാരയാണ് വ്യവഹാരവാദം അഥവാ ബിഹേവിയറിസം എന്ന് പറയുന്നത്. ചേഷ്ടാവാദം എന്നുള്ള പേരിലും വ്യവഹാരവാദം അറിയപ്പെടുന്നുണ്ട്. ഇതിന്റെ മുഖ്യ വക്താവ് എന്നറിയപ്പെടുന്നത് ജെ.ബി. വാട്സൺ ആണ്. അപ്പൊ വ്യവഹാരവാദത്തിന്റെ ഉപജ്ഞാതാവ് ആയി അറിയപ്പെടുന്നത് ജെ.ബി. വാട്സൺ ആണ്. എന്താണ് വ്യവഹാരവാദികൾ പറയുന്നത്? പഠനം എന്നത് ചോദകവും പ്രതികരണവും തമ്മിലുള്ള അനുബന്ധനമാണെന്ന് വാദിക്കുന്ന സിദ്ധാന്തമാണ് എന്നാണ്. അതായത് ലേണിംഗ് എന്നത് സ്റ്റിമുലസും റെസ്പോൺസും തമ്മിലുള്ള ഒരു കണ്ടീഷനിങ് ആണ് എന്ന് വാദിക്കുന്ന സിദ്ധാന്തമാണ് എന്ത്? വ്യവഹാരവാദം അഥവാ ചേഷ്ടാവാദം എന്ന് പറയുന്നത്. നിരീക്ഷണ വിധേയമല്ലാത്തതിനാൽ മനസ്സിനെ മാറ്റി നിർത്തി വ്യവഹാരങ്ങൾക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു ചിന്താധാരയാണ് ഈ വ്യവഹാരവാദം അല്ലെങ്കിൽ ചേഷ്ടാവാദം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വ്യവഹാരങ്ങൾ എന്ന് പറയുന്നത് ചോദക പ്രതികരണ ബന്ധങ്ങളിൽ അധിഷ്ഠിതമാണെന്നാണ് ഈ വ്യവഹാരവാദികൾ സമർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ജീവികളുടെ വ്യവഹാരത്തിനാണ് കൂടുതലും പ്രാധാന്യം നൽകിയിട്ടുള്ളത്. അപ്പോൾ നിരീക്ഷണ വിധേയമല്ലാത്തതിനാൽ മനസ്സിനെ മാറ്റി നിർത്തി വ്യവഹാരങ്ങൾക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ള മനഃശാസ്ത്ര ചിന്താധാരയാണ് അല്ലെങ്കിൽ മനഃശാസ്ത്ര പഠന രീതിയാണ് എന്താ? വ്യവഹാരവാദം അഥവാ ബിഹേവിയറിസം എന്ന് പറയുന്നത്. അതുപോലെ മനസ്സും ആത്മാവും പരാമർശിക്കപ്പെടാത്ത മനഃശാസ്ത്ര ചിന്താധാരയാണ് ഈ വ്യവഹാരവാദം എന്ന് പറയുന്നത്. അതായത് നിരീക്ഷണ വിധേയമല്ലാത്തതിനാൽ എന്ന് പറഞ്ഞൂല്ലേ, അതുകൊണ്ട് തന്നെ മനസ്സും ആത്മാവും പരാമർശിക്കപ്പെടാത്ത ഒരു മനഃശാസ്ത്ര ചിന്താധാരയാണെന്ത്? ഈ വ്യവഹാരവാദം എന്ന് പറയുന്നത്. ഈ വ്യവഹാരവാദികൾ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളത് മൃഗങ്ങളിലും പക്ഷികളിലുമാണ്. ഇപ്പൊ പാവ്ലോവിന്റെ ആയാലും തോണ്ടേഗിന്റെ ആയാലും സ്കിന്നറിന്റെ ഒക്കെ ലേണിംഗ് തിയറി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളത് നായയിലും പൂച്ചയിലും എലിയിലും പ്രാവിലും ഒക്കെയാണ് അല്ലേ.
അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ലേണിംഗ് എന്ന് പറയുന്നത് ഒരു സ്റ്റിമുലസും റെസ്പോൺസും തമ്മിലുള്ള കണ്ടീഷനിങ് ആണെന്ന് അവർ വാദിക്കുന്നത്. ഇവര് ഈ ഒരു ജീവികളിൽ പരീക്ഷണം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യ മനസ്സിനെയോ അല്ലെങ്കിൽ മാനസിക പ്രക്രിയകളെയോ ഒന്നും ഇവർ വേണ്ടത്ര പരിഗണിച്ചിട്ടില്ല. അപ്പൊ ഈ ഒരു മൃഗങ്ങളിൽ നടത്തിയിട്ടുള്ള പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാണ്, വ്യവഹാരങ്ങൾ എന്ന് പറയുന്ന എന്താ ചോദക പ്രതികരണ ബന്ധങ്ങളിൽ അധിഷ്ഠിതമാണെന്നാണ് ഈ വ്യവഹാരവാദികൾ സമർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മൃഗങ്ങളിലും പക്ഷികളിലുമാണ് ഇവർ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നതും പിന്നെ മാനസിക പ്രക്രിയകളെ വേണ്ടത്ര പരിഗണിച്ചിട്ടില്ല എന്നതും ഈ വ്യവഹാരവാദത്തിന്റെ പരിമിതികളിൽ ഒന്നാണ്. ഓക്കെ ആണല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞു ഈ വ്യവഹാരവാദത്തിന്റെ പിതാവ് അല്ലെങ്കിൽ മുഖ്യ വക്താവ് അല്ലെങ്കിൽ ഉപജ്ഞാതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്, ജെ.ബി. വാട്സൺ ആണെന്ന് പറഞ്ഞു. അതുപോലെ ഇതിലെ മറ്റ് പ്രധാന വക്താക്കളാണ് തോണ്ടേഗ്, സ്കിന്നർ, പാവ്ലോവ്, ഹള്ള് എന്ന് പറയുന്നത്. ആരൊക്കെയാണ് ഇതിലെ പ്രധാന വ്യവഹാരവാദികളായി അറിയപ്പെടുന്നത്? തോണ്ടേഗ്, സ്കിന്നർ, പാവ്ലോവ്, ഹള്ള്. സൈക്കോളജി ഫ്രം ദ സ്റ്റാൻഡ് പോയിന്റ് ഓഫ് എ ബിഹേവിയറിസ്റ്റ് എന്നുള്ളത് ജെ.ബി. വാട്സന്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. 1919 സൈക്കോളജി ഫ്രം ദ സ്റ്റാൻഡ് പോയിന്റ് ഓഫ് എ ബിഹേവിയറിസ്റ്റ് എന്നുള്ള ഒരു പേരൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വ്യവഹാരവാദം അഥവാ ചേഷ്ടാവാദം എന്നുള്ള ഈ ഒരു മനഃശാസ്ത്ര ചിന്താധാരയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു പ്രധാനപ്പെട്ട വ്യവഹാരവാദികൾ എന്നല്ലേ, തോണ്ടേഗ്, സ്കിന്നർ, പാവ്ലോവ്, ഹള്ളിലെ ഇവരുടെയൊക്കെ ലേണിംഗ് തിയറീസ് നമുക്ക് ഡീറ്റെയിൽ ആയി തന്നെ പഠിക്കാനുണ്ട്. അന്നേരം എന്താണ് ഈ വ്യവഹാരവാദികൾ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ നമുക്ക് അന്നേരം പഠിക്കാം. അപ്പോൾ ഒരു ഭാഗം ഓക്കെ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ചിന്താധാരയാണ് മനോവിശ്ലേഷണ സിദ്ധാന്തം അഥവാ സൈക്കോ അനലൈറ്റിക് എന്ന് പറയുന്നത്. ഇതിന്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അപ്പോൾ മനോവിശ്ലേഷണ സിദ്ധാന്തം ആവിഷ്കരിച്ചത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അപ്പൊ സിഗ്മണ്ട് ഫ്രോയിഡിനെ കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെയാ പറയാം, അദ്ദേഹമാണ് അല്ലെ ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്, സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അതുപോലെ മനുഷ്യ മനസ്സിനെ ആദ്യമായി വിശകലനം ചെയ്തതും ആരാണ്, സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. മനുഷ്യ മനസ്സിനെ ആദ്യമായി വിശകലനം ചെയ്തത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അദ്ദേഹമാണ് മനസ്സിന് 3 തലങ്ങളുണ്ട് എന്ന് വാദിച്ചത്. അപ്പൊ മനസ്സിന് 3 തലങ്ങളുണ്ട് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്, സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അപ്പൊ ഏതൊക്കെയാണ് മനസ്സിലെ 3 തലങ്ങൾ എന്ന് പറയുന്നത്? ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ്. കോൺഷ്യസ്നെസ്, സബ് കോൺഷ്യസ്നെസ് ആൻഡ് അൺകോൺഷ്യസ്നെസ്. മനസ്സിന് 3 തലങ്ങളുണ്ട്. അതായത് ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ് എന്നിവയാണ് മനസ്സിന്റെ 3 തലങ്ങൾ എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്, സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അപ്പൊ ഫ്രോയിഡ് ആണ് മനസ്സിന് 3 തലങ്ങളുണ്ട് എന്ന് വാദിച്ചതിലെ അദ്ദേഹം ഈ ഒരു 3 തലങ്ങളിലും ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത് അബോധ മനസ്സിനായിരുന്നു. അപ്പൊ ഫ്രോയിഡ് അബോധ മനസ്സിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. എന്താണ് അദ്ദേഹം പറയുന്നത്? യഥാർത്ഥ മനസ്സ് എന്ന് പറയുന്നത് എന്താണ്, അബോധമാണെന്നും അബോധ മനസ്സിന്റെ ചോദനകളാണ് ചിന്തയിലൂടെയും സ്വപ്നങ്ങളിലൂടെയും വ്യവഹാരങ്ങളിലൂടെയും പുറത്തു വരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് പ്രധാന മാനസിക പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് ആരാണ്, അബോധ തലമാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. യഥാർത്ഥ മനസ്സ് എന്ന് പറയുന്നത് അബോധമാണെന്നും അബോധ മനസ്സിന്റെ ചോദനകളാണ് ചിന്തയിലൂടെയും സ്വപ്നങ്ങളിലൂടെയും വ്യവഹാരങ്ങളിലൂടെയും പുറത്തു വരുന്നത് എന്നാണ് ഫ്രോയിഡ് സിദ്ധാന്തിക്കുന്നത്. ഫ്രോയിഡിന്റെ പ്രധാനപ്പെട്ട 2 പുസ്തകങ്ങളുടെ പേരാണ് സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം എന്നുള്ളതും ദി ഈഗോ ആൻഡ് ദി ഇദ് എന്ന് പറയുന്നതും അദ്ദേഹത്തിന്റെ 2 പ്രശസ്തമായിട്ടുള്ള പുസ്തകങ്ങളാണ്. എന്തൊക്കെയാണ്? സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം, ദി ഈഗോ ആൻഡ് ദി ഇദ്. അടുത്ത ചിന്താധാരയാണ് മാനവികതാവാദം അഥവാ ഹ്യൂമണിസം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു മാനവികതാവാദം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വേഗം വരുന്ന 2 പേരുകളാണ് കാൾ റോജേഴ്സും എബ്രഹാം മാസ്ലോയും അല്ലെ. പക്ഷേ ഈ ഒരു മാനവികതാവാദത്തിന്റെ പിതാവ് അല്ലെങ്കിൽ ഉപജ്ഞാതാവ് ആരാ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും ആരാ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു മാനവികതാവാദത്തിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് പെട്രാർക്കാണ്. ഫ്രാൻസിസ് ടി പെട്രാർക്ക് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹമാണ് മാനവികതാവാദത്തിന്റെ ഫാദറായിട്ട് അറിയപ്പെടുന്നത്. എല്ലാ കാര്യങ്ങളുടെയും കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് മനുഷ്യനാണ് എന്നാണ് ഈ മാനവികതാവാദികൾ പറയുന്നത്.
എല്ലാ കാര്യങ്ങളുടെയും കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് മനുഷ്യനാണ് എന്നാണ് ഇവർ പറയുന്നത്. മനുഷ്യന്റെ ആത്മബോധമാണ് അവന്റെ വ്യവഹാരങ്ങളെ നിർണയിക്കുന്നത് എന്നതിൽ അധിഷ്ഠിതമാണ് മാനവികതാവാദം എന്ന് പറയുന്നത്. മനുഷ്യന്റെ ആത്മബോധമാണ് അവന്റെ വ്യവഹാരങ്ങളെ നിർണയിക്കുന്നത് എന്നതിൽ അധിഷ്ഠിതമാണ് മാനവികതാവാദം അഥവാ ഹ്യൂമണിസം എന്ന് പറയുന്നത്. ഹ്യൂമണിസം എന്താ പറഞ്ഞത്? എല്ലാ കാര്യങ്ങളുടെയും കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് മനുഷ്യനാണെന്ന് പറഞ്ഞു അല്ലെ. അതുകൊണ്ട് തന്നെ മനുഷ്യ പുരോഗതിക്കാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പം ഹ്യൂമണിസം കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ്? മനുഷ്യന്റെ പുരോഗതിക്കാണ്. അതുപോലെ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് ആത്മസാക്ഷാത്കാരമാണ് എന്നാണ് ഇവർ പറയുന്നത്. ആത്മസാക്ഷാത്കാരമാണ് ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം എന്നാണ് ആര് പറയുന്നത്? മാനവികതാവാദികൾ പറയുന്നത്. മനുഷ്യന്റെ പുരോഗതിയാണല്ലേ ഇവർ ലക്ഷ്യം വെക്കുന്നത്. അതുപോലെ തന്നെ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് ആത്മസാക്ഷാത്കാരമാണ് എന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ സവിശേഷ ഗുണങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതാണ് എന്ത്? മാനവികതാവാദം എന്ന് പറയുന്നത്. മനുഷ്യന്റെ സവിശേഷ ഗുണങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതാണ് മാനവികതാവാദം. ഇങ്ങനെ ഈ ഒരു മനുഷ്യന്റെ സവിശേഷ ഗുണങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഈ ഒരു ചിന്താധാര വ്യക്തിപരമായ വളർച്ചാ ശേഷിയെയും സ്വാതന്ത്ര്യത്തെയും എന്ത് ചെയ്യുന്നുണ്ട്? പ്രാധാന്യത്തോടെ കാണുന്നുണ്ട്. മനുഷ്യന്റെ സവിശേഷ ഗുണങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഈ മാനവികതാവാദം വ്യക്തിപരമായ വളർച്ചാ ശേഷിയെയും സ്വാതന്ത്ര്യത്തെയും എന്ത് ചെയ്യുന്നുണ്ട്? പ്രാധാന്യത്തോടെ കാണുന്നു. അപ്പോൾ ചുരുക്കത്തിൽ എന്താണ് മാനവികതാവാദം എന്ന് പറഞ്ഞാല്? ഭൗതികവും ആത്മീയവുമായ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഉള്ള ഒരു സാമൂഹിക മാനസിക ജീവിയായി മനുഷ്യനെ കണക്കാക്കുന്ന ഒരു സമീപനമാണ് എന്ത്? മാനവികതാവാദം എന്ന് പറയുന്നത്. എന്താണ് മാനവികതാവാദം എന്ന് പറഞ്ഞാല്? ഭൗതികവും ആത്മീയവുമായ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളുമുള്ള ഒരു സാമൂഹിക മാനസിക ജീവിയായി മനുഷ്യനെ കണക്കാക്കുന്ന ഒരു സമീപനമാണ് മാനവികതാവാദം. മാനവികതാവാദത്തിലെ പ്രധാന വക്താക്കളാണ് കാൾ റോജേഴ്സ്, എബ്രഹാം മാസ്ലോ. ഈ രണ്ട് പേരുകൾ നിങ്ങൾക്ക് പരിചിതമാണ്. കാൾ റോജേഴ്സ്, എബ്രഹാം മാസ്ലോ ആണ് ഈ മാനവികതാവാദത്തിലെ പ്രധാനപ്പെട്ട വക്താക്കളായിട്ട് അറിയപ്പെടുന്നത്. അപ്പൊ ഇവർ രണ്ടുപേരും എന്താണ് മാനവികതാവാദത്തിൽ പറഞ്ഞിട്ടുള്ളത് നോക്കാം. കാൾ റോജേഴ്സ് പറഞ്ഞു നോക്കൂ, ഒരാളുടെ ആത്മബോധമാണ് അയാളുടെ വ്യവഹാരങ്ങളെ നിയന്ത്രിക്കുന്നത് എന്നാണ് കാൾ റോജേഴ്സ് അഭിപ്രായപ്പെടുന്നത്. അതായത് ഒരു വ്യക്തിയുടെ സെൽഫ് അവയർനെസ് ആണ്, അതായത് ആത്മബോധമാണ് അയാളുടെ വ്യവഹാരങ്ങളെ അല്ലെങ്കിൽ ബിഹേവിയറിനെ നിയന്ത്രിക്കുന്നത്, അതായത് കൺട്രോൾ ചെയ്യുന്നത് എന്നാണ് ആര് പറയുന്നത്? കാൾ റോജേഴ്സ് അഭിപ്രായപ്പെടുന്നത്. ആത്മസാക്ഷാത്കാരമാണ് അഥവാ സെൽഫ് ആക്ച്വലൈസേഷൻ ആണ് ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം എന്നാണ് എബ്രഹാം മാസ്ലോ അഭിപ്രായപ്പെടുന്നത്. ആത്മസാക്ഷാത്കാരമാണ് ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം എന്നാണ് ആരഭിപ്രായപ്പെട്ടത്? എബ്രഹാം മാസ്ലോ അഭിപ്രായപ്പെട്ടത്. അപ്പൊ നമുക്ക് ഈ ഒരു മാനവികതാവാദം എന്നുള്ള ഈ ഒരു ചിന്താധാരയിൽ നമുക്ക് കാൾ റോജേഴ്സിന്റെ തിയറിയും അതുപോലെ തന്നെ എബ്രഹാം മാസ്ലോയുടെ തിയറിയും നമുക്ക് ഡീറ്റെയിൽ ആയി തന്നെ പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ചിന്താധാരയിലേക്ക് പോവാം. അടുത്ത നോക്കൂ, ജ്ഞാനനിർമ്മിതിവാദം അഥവാ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം. ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഇതിന്റെ പിതാവ് ആരാണെന്ന് അറിയാം അല്ലെ? ജീൻ പിയാഷെയാണ് ഈ ഒരു ചിന്താധാരയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഈ ജ്ഞാനനിർമ്മിതിവാദം അഥവാ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ജ്ഞാനം, അതായത് അറിവ് അല്ലെ, അറിവിന്റെ നിർമ്മാണം നടക്കുന്നതിന് പിന്നിലുള്ള മാനസിക പ്രക്രിയകൾക്ക് പ്രാധാന്യം നൽകുന്ന ചിന്താധാരയാണ് എന്ത്? ജ്ഞാനനിർമ്മിതിവാദം എന്ന് പറയുന്നത്. അറിവിന്റെ നിർമ്മാണം നടക്കുന്നതിന് പിന്നിലുള്ള മാനസിക പ്രക്രിയകൾക്ക് പ്രാധാന്യം നൽകുന്ന മനഃശാസ്ത്ര വിഭാഗമാണ് എന്താ? ഈ ജ്ഞാനനിർമ്മിതിവാദം അഥവാ കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത്. അതുപോലെ കുട്ടിക്ക് സ്വയം അറിവ് നിർമ്മിക്കുവാനുള്ള കഴിവുണ്ടെന്നുള്ള ആശയമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. അതായത് കുട്ടി സ്വയം അറിവ് നിർമ്മിക്കുന്നു എന്നാണ് ഇവർ സ്ഥാപിക്കുന്നത്. അതുപോലെ ജ്ഞാനനിർമ്മിതിവാദം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ മാത്രം കേന്ദ്രീകരിക്കുന്ന ഒന്നാണ്. ജ്ഞാനനിർമ്മിതിവാദം ഒരു വ്യക്തിയെ മാത്രം കേന്ദ്രീകരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ പഠനം, ഓർമ്മ, വിശ്വാസങ്ങൾ, വികാരങ്ങൾ എന്നിവയാണ് ഇവർ
വിശകലനം ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഇവർ വിശകലനം ചെയ്യുന്നത്? പഠനം, ഓർമ്മ, വിശ്വാസങ്ങൾ, വികാരങ്ങൾ എന്നിവയാണ് എന്നുള്ളതാണ്. ജ്ഞാനനിർമ്മിതിവാദത്തിലെ പ്രധാന വക്താക്കളാണ് ജീൻ പിയാഷെ, ജെറോമസ് ബ്രൂണർ, ഡേവിഡ് ഓസുബൽ, കർട്ട് ലെവിൻ. ആരൊക്കെയാണ് പ്രധാന വക്താക്കള്? ജീൻ പിയാഷെ, ജെറോമസ് ബ്രൂണർ, ഡേവിഡ് ഓസുബൽ, കർട്ട് ലെവിൻ. ഇവരാണ് ഇതിലെ പ്രധാനപ്പെട്ട വക്താക്കളായിട്ട് അറിയപ്പെടുന്നത്. ഈ ഭാഗം ക്ലിയർ ആണല്ലോ. അവസാനമായി പറയാനുള്ളത് സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദം അഥവാ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ആണ്. ഇതിന്റെ വക്താവായി അറിയപ്പെടുന്നത് വൈഗോട്സ്കി ആണ്. അപ്പോൾ സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദത്തിന്റെ ഉപജ്ഞാതാവോ അല്ലെങ്കിൽ വക്താവായി അറിയപ്പെടുന്നത് ആരാണ്? വൈഗോട്സ്കി ആണ്. സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദം അഥവാ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത് ജ്ഞാന നിർമ്മിതിവാദത്തിന്റെ ഒരു നൂതന രൂപമാണ്. കുറച്ചുകൂടെ ഒന്ന് പരിഷ്കരിച്ചിട്ടുള്ള ഒരു രൂപമാണ് എന്ത്? സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം എന്ന് പറയുന്നത്. അതായത് ജ്ഞാന നിർമ്മിതിവാദത്തിൽ എന്താ പറയുന്നത്? കുട്ടിക്ക് സ്വയം അറിവ് നിർമ്മിക്കാനുള്ള കഴിവുണ്ടെന്നുള്ള ആശയമാണ് അവർ മുന്നോട്ട് വെക്കുന്നത് അല്ലേ. അതായത് കുട്ടി സ്വയം അറിവ് നിർമ്മിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഇവിടെ ഇവരെന്താ പറയുന്നത്? പഠന പ്രക്രിയയിൽ കുട്ടിയുടെ സാമൂഹിക സാംസ്കാരിക സാഹചര്യങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഊന്നൽ നൽകുന്നുണ്ട്. പഠന പ്രക്രിയയിൽ കുട്ടിയുടെ സാമൂഹിക സാംസ്കാരിക സാഹചര്യങ്ങൾക്ക് ഊന്നൽ നൽകുന്ന ചിന്താധാരയാണ് എന്താ? സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം എന്ന് പറയുന്നത്. അതായത് കുട്ടി സമൂഹവുമായി ഇടപഴകിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? അറിവ് നിർമ്മിക്കുന്നു എന്നാണ് സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദികൾ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ സമൂഹവുമായി ഇടപഴകിക്കൊണ്ട് അറിവ് നിർമ്മിക്കുമ്പോൾ ഇത്തരം അറിവുകളെ പങ്കുവെക്കപ്പെടണമെന്നും ആര് അഭിപ്രായപ്പെടുന്നുണ്ട്? സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദികൾ അഭിപ്രായപ്പെടുന്നുണ്ട്. കുട്ടി സമൂഹവുമായി ഇടപഴകി അറിവ് നിർമ്മിക്കുന്നു എന്നുള്ളതും ഇത്തരം അറിവുകൾ പങ്കുവെക്കപ്പെടണമെന്നും സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം എന്ത് ചെയ്യുന്നുണ്ട്? അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദത്തിൽ നമുക്ക് പറയാനുള്ളത്. ഇതിന്റെ മുഖ്യ വക്താവായിട്ട് അറിയപ്പെടുന്നത് വൈഗോട്സ്കി ആണെന്നുള്ളതും ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രധാനപ്പെട്ട മനഃശാസ്ത്ര ചിന്താധാരകളെ കുറിച്ചായിരുന്നു അല്ലേ. ഘടനാവാദം മുതൽ സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ആരൊക്കെയാണ് അതിൻ്റെ ഉപജ്ഞാതാക്കള്, ആരൊക്കെയാണ് പ്രധാന വക്താക്കളായി വരുന്നത്, പിന്നെ എന്തൊക്കെ ആശയങ്ങളാണ് അവർ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ഭാഗം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്ന കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം. ഇതും കൂടെ പരിചയപ്പെട്ട് കഴിയുമ്പോൾ ഈ ഭാഗം എന്തായാലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുന്നു ഉറപ്പിച്ചോളൂ. അപ്പൊ നമുക്ക് ഏതൊക്കെ ചോദ്യങ്ങൾ എന്ന് നോക്കാം അല്ലെ. ആദ്യത്തെ ചോദ്യം നോക്കൂ. മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് എന്നതാണ് ആദ്യത്തെ ചോദ്യം. ഈ ചോദ്യം ഞാൻ മുന്നത്തെ ക്ലാസ്സിലും ചോദിച്ചിട്ടുണ്ട്, ഇന്നത്തെ ക്ലാസ്സിലും ഞാനത് റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ റിപ്പീറ്റ് ആയി പറയുന്നത് എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു ചോദ്യം ഉത്തരം പതിയട്ടെ എന്ന് കരുതിയിട്ടാണ്. കാരണം ഇങ്ങനെ ഒരു ചോദ്യം കാണുമ്പോൾ ഇവിടെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടാവും. വില്യം വൂണ്ട്, വില്യം ജെയിംസ്, സിഗ്മണ്ട് ഫ്രോയിഡ് എന്നൊക്കെ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യം വീണ്ടും ഞാൻ റിപ്പീറ്റ് അടിക്കുന്നത്. മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം വില്യം വൂണ്ടാണ്. മറക്കരുത്, ഉത്തരം വില്യം വൂണ്ടാണ്. മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം വൂണ്ടാണ്. അടുത്ത ചോദ്യം നോക്കൂ. ധർമ്മവാദത്തിന്റെ മുഖ്യ പ്രയോക്താവ് ആര് എന്നുള്ളതാണ്. ധർമ്മവാദത്തിന്റെ മുഖ്യ പ്രയോക്താവ് ആരാണ്? ധർമ്മവാദത്തിന്റെ ഉപജ്ഞാതാവായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് വില്യം ജെയിംസ് ആണല്ലേ. ധർമ്മവാദത്തിന്റെ മുഖ്യ പ്രയോക്താവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വില്യം ജെയിംസ് ആണ്. അടുത്ത ചോദ്യം നോക്കൂ. വ്യവഹാരവാദത്തിന്റെ ഉപജ്ഞാതാവ്, ബിഹേവിയറിസത്തിന്റെ ഉപജ്ഞാതാവ് ആര് എന്നുള്ളതാണ് ചോദ്യം. എല്ലാവർക്കും അറിയാലോ, JB വാട്സൺ ആണ് വ്യവഹാരവാദത്തിന്റെ ഉപജ്ഞാതാവ്. ഇതും ഞാൻ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അടുത്ത ചോദ്യമാണ്, ഭാഗങ്ങളുടെ ആകെ തുകയേക്കാൾ സമഗ്രതയാണ് വലുത് എന്ന് പറയുന്ന ചിന്താധാര ഏതെന്നുള്ളതാണ് ചോദ്യം. ഭാഗങ്ങളുടെ ആകെ തുകയേക്കാൾ സമഗ്രതയാണ് വലുത്. അപ്പൊ ഈ ഒരു സമഗ്രത എന്ന് കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്ന സിദ്ധാന്തം ഏതാണ്? സമഗ്രതാവാദം അഥവാ ഗെസ്റ്റാൾഡിസം ആണല്ലേ. അപ്പൊ ഇതിന്റെ ഉത്തരം എന്താണ്? ഗെസ്റ്റാൾഡിസം. സമഗ്രതാവാദം എന്നോ ഗെസ്റ്റാൾഡിസം എന്നോ ആയിരിക്കും ഓപ്ഷൻസിൽ കാണുക. അപ്പൊ ഈ രണ്ടു പേരും എന്ത് ചെയ്യുക? നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക. ഓക്കെ ആണല്ലോ. ഉദ്ഗ്രഥിത സമീപനത്തിന്റെ മനഃശാസ്ത്ര അടിത്തറയായി പരിഗണിക്കാവുന്ന ചിന്താധാര. ഉദ്ഗ്രഥിത സമീപനത്തിന്റെ മനഃശാസ്ത്ര അടിത്തറയായി പരിഗണിക്കാവുന്ന ചിന്താധാര ഏത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. എന്താണ് ഉത്തരമായിട്ട് വരിക? ഞാൻ നേരത്തെ ഇതിന്റെ എക്സ്പ്ലനേഷൻ അടക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. ഏതായിരിക്കും ഇതിന്റെ ഉത്തരം? ഗെസ്റ്റാൾഡിസം തന്നെയാണല്ലേ, അഥവാ സമഗ്രതാവാദം തന്നെയാണ്
ഉദ്ഗ്രഥിത സമീപനത്തിന്റെ മനഃശാസ്ത്ര അടിത്തറയായി പരിഗണിക്കാവുന്ന ചിന്താധാര ഗസ്റ്റാൾട്ടിസമാണ്. അടുത്ത ചോദ്യം നോക്കൂ, മാനസികാപഗ്രഥനത്തിന്റെ ഉപജ്ഞാതാവ് ആര് എന്നുള്ളതാണ്. എന്താ ഈ മാനസികാപഗ്രഥനം എന്നുള്ളത്? അതായത് സൈക്കോ അനലിറ്റിക് തിയറിയാണ് ഇവിടെ പറയുന്നത്, അല്ലെങ്കിൽ മനോവിശ്ലേഷണ സിദ്ധാന്തം എന്നും പറയൂലേ. അപ്പൊ ഈ 3 പേരും പഠിച്ചിരിക്കുക. മാനസികാപഗ്രഥനത്തിന്റെ ഉപജ്ഞാതാവ് എന്നോ, അല്ലെങ്കിൽ സൈക്കോ അനലൈറ്റിക് തിയറിയുടെ ഉപജ്ഞാതാവ് എന്നോ, അതും അല്ലെങ്കിൽ മനോവിശ്ലേഷണ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് എന്നായിരിക്കും ചോദ്യത്തിൽ കാണാം. ഏത് പേരിലാണ് ചോദ്യം ചോദിക്കുക നമുക്ക് അറിയില്ല. അപ്പൊ 3 പേരും പഠിച്ചിരിക്കുക. അപ്പൊ ഇതിന്റെ ഉത്തരം എന്തായിട്ടാ വരിക? സിഗ്മണ്ട് ഫ്രോയിഡ് ആണല്ലേ മാനസികാപഗ്രഥനത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത്. സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അടുത്ത ചോദ്യമാണ്, മാനവികതാവാദത്തിന്റെ പരമമായ ലക്ഷ്യം. എന്താണ് മാനവികതാവാദത്തിന്റെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത്? ഉത്തരം എന്തായിട്ടാ വരിക? ആത്മസാക്ഷാത്കാരമാണ്. അതായത് സെൽഫ് ആക്ച്വലൈസേഷൻ ആണ് ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം എന്നാണ് ആര് വാദിക്കുന്നത്? മാനവികതാവാദികൾ വാദിക്കുന്നത് അല്ലെ. അപ്പോൾ മാനവികതാവാദത്തിന്റെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് ആത്മസാക്ഷാത്കാരമാണ്. അടുത്ത ചോദ്യമാണ്, സമഗ്രതാവാദത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ആരാണ്? മാക്സ് വർത്തീമർ ആണല്ലേ സമഗ്രതാവാദത്തിന്റെ ഉപജ്ഞാതാവ് ആയി അറിയപ്പെടുന്നത്. ഉത്തരം മാക്സ് വർത്തീമർ ആണ്. സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം എന്ന ഗ്രന്ഥം രചിച്ചതാര്? സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം എന്ന ഗ്രന്ഥം രചിച്ചതാര് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഞാൻ ഈ ചിന്താധാരകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിലെ ഉപജ്ഞാതാക്കളെ കുറിച്ച് പറഞ്ഞു അല്ലെ. അപ്പൊ അവരുടെ പ്രശസ്തമായ പുസ്തകങ്ങളുടെ പേരുകളും ഞാൻ അവിടെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം, ഈ സ്വപ്നം എന്നെന്താ മനസ്സുമായിട്ട് ഒരു ചെറിയൊരു കണക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഈ മനസ്സിന് 3 തലങ്ങളുണ്ട്, അല്ലെങ്കിൽ മനസ്സിനെ ആദ്യമായി വിശകലനം ചെയ്തത് ആരാ എന്നുള്ളതൊക്കെ നമുക്ക് അറിയാം, സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അപ്പം അങ്ങനെ ഒന്ന് ലിങ്ക് ചെയ്ത് വെച്ചിരിക്കുക. ഈ ഒരു പുസ്തകത്തിന്റെ പേര് സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ഉത്തരം എന്താണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അതുപോലെ ഈഗോ ആൻഡ് ഇത് എന്നുള്ളതും അദ്ദേഹത്തിന്റെ മറ്റൊരു പുസ്തകമാണെന്നുള്ളത് ഓർത്തിരിക്കുക. വൈജ്ഞാനിക സമീപനത്തിന്റെ വക്താക്കൾ. വൈജ്ഞാനിക സമീപനത്തിന്റെ വക്താക്കൾ ആരെല്ലാം എന്നുള്ളതാണ് ചോദ്യം. ആരൊക്കെയാണ് വൈജ്ഞാനിക സമീപനത്തിന്റെ വക്താക്കൾ? പിയാഷെ, ബ്രൂണർ, അതുപോലെ ഡേവിഡ് ഓസ്ബൽ, കാർട്ടലെവിൻ ഒക്കെ ഈ വൈജ്ഞാനിക സമീപനത്തിന്റെ വക്താക്കളാണ്. പക്ഷെ ഇതിന്റെ മുഖ്യ വക്താക്കൾ എന്ന് പറയുന്നത് പിയാഷെയും ബ്രൂണറും ആണല്ലേ. അടുത്ത ചോദ്യം നോക്കൂ. ഈ ചോദ്യം ഞാൻ മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്. ഇതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടി കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആദ്യ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചത് ആര്? ആദ്യ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം എന്താണ്? വില്യം വൂണ്ട് ആണ്. ഇത് എവിടെയാണ് സ്ഥാപിച്ചത്? ജർമ്മനിയിലെ ലിപ്സിഗിൽ. ഏത് വർഷമാണ്? 1879. അടുത്ത ചോദ്യമാണ്, വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ ആത്മപരിശോധനാ രീതി ആവിഷ്കരിച്ചത് ആര്? വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തില് ആത്മപരിശോധനാ രീതി അഥവാ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് അത് കൊണ്ടുവന്നത് ആരാണ്? വില്യം വൂണ്ട് ആണല്ലേ. വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തില് ആത്മപരിശോധനാ രീതി ആവിഷ്കരിച്ചത് വില്യം വൂണ്ട്. പഠനം, ഓർമ്മ, പ്രചോദനം എന്നീ വിഷയങ്ങളെ പഠനവിധേയമാക്കിക്കൊണ്ടുള്ള വാദം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഒന്നുകൂടെ നോക്കൂ. പഠനം, ഓർമ്മ, പ്രചോദനം എന്നീ വിഷയങ്ങളെ പഠനവിധേയമാക്കിക്കൊണ്ടുള്ള വാദം ഏത്? ഓപ്ഷൻസ് നോക്കൂ. ഘടനാവാദം, ധർമ്മവാദം, സമഗ്രതാവാദം, വ്യവഹാരവാദം. ഈ ഘടനാവാദത്തിൽ എന്തൊക്കെയാണ് പഠനവിധേയമാക്കിയ ഘടകങ്ങൾ എന്ന് പറയുന്നത്? സംവേദനം, പ്രത്യക്ഷണം, സ്മൃതി, വികാരം, ഉദ്ദേശ്യം അല്ലെ. അപ്പോൾ ഘടനാവാദം അല്ല അല്ലെ. സമഗ്രതാവാദം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാഗങ്ങളുടെ ആകെ തുകയേക്കാൾ മെച്ചപ്പെട്ടതാണ് അതിന്റെ സമഗ്രത അല്ലെങ്കിൽ പൂർണ്ണത എന്ന് പറയുന്നതാണ് എന്ത്? സമഗ്രതാവാദം എന്ന് പറയുന്നത് അല്ലെ. വ്യവഹാരവാദം എന്തിനാണ് പ്രാധാന്യം നൽകിയത്? വ്യവഹാരങ്ങൾക്കാണ് അല്ലെ. ജീവികളുടെ വ്യവഹാരങ്ങൾക്കാണ് എന്ത് ചെയ്തത്? വ്യവഹാരവാദം പ്രാധാന്യം നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ധർമ്മവാദം. ധർമ്മവാദത്തിൽ പഠനവിധേയമാക്കിയ ഘടകങ്ങളാണ് പഠനം, ഓർമ്മ, പ്രചോദനം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇതിന് ഉത്തരം എന്താണ്? ധർമ്മവാദം എന്നാണ്. താഴെ പറയുന്ന കൂട്ടങ്ങളിൽ ഒരേ വിചാര മാതൃകയിൽ പെടുന്ന മനഃശാസ്ത്രജ്ഞർ ആരെല്ലാം? താഴെ പറയുന്ന കൂട്ടങ്ങളിൽ ഒരേ ചിന്താധാരയിൽ പെടുന്ന മനഃശാസ്ത്രജ്ഞർ ആരെല്ലാം എന്നാണ് കണ്ടെത്തേണ്ടത്. ഓപ്ഷൻ എ നോക്കൂ. കോഫ്ക, കോഹ്ലർ, തോണ്ടേഗ്. ഈ കോഫ്കയും കോഹ്ലർ എന്താണ്? സമഗ്രതാവാദികളാണ്. തോണ്ടേഗ് ഒരു വ്യവഹാരവാദി അല്ലെങ്കിൽ ബിഹേവിയറിസ്റ്റ് ആണല്ലോ. അതുകൊണ്ട് ഓപ്ഷൻ എ അല്ല അല്ലെ.
ഓപ്ഷൻ ബി നോക്കൂ, എറിക്സൺ, ബന്ദൂരെ, ടോൾമാൻ. ഇതും എന്തല്ല, ഒരേ ചിന്താധാരയിൽ പെടുന്ന ആളുകളല്ല. അതുകൊണ്ട് ഓപ്ഷൻ ബിയും എന്തല്ല, ശരിയായിട്ടുള്ള ആൻസർ അല്ല. ഓപ്ഷൻ സിയോ, വാട്സൺ, വില്യം ജെയിംസ്, വില്യം വൂണ്ട്. വാട്സൺ ഒരു ബിഹേവിയറിസ്റ്റ് ആണ്, വില്യം ജെയിംസോ ഒരു ധർമ്മവാദിയാണ്, വില്യം വൂണ്ടോ ഒരു ഘടനാവാദിയാണ്. അതുകൊണ്ട് ഇവരും എന്തല്ല, ഒരേ ചിന്താധാരയിൽ പെടുന്ന ആളുകളല്ല. ഓപ്ഷൻ ഡി നോക്കൂ, പിയാഷെ, ബ്രൂണർ, വൈഗോഡ്സ്കി. പിയാഷെ, ബ്രൂണർ, വൈഗോഡ്സ്കി ഇവരെന്താണ്, ജ്ഞാന നിർമ്മിതിവാദികളാണ് അല്ലെ. പിയാഷെയും ബ്രൂണറും എന്താണ്, ജ്ഞാന നിർമ്മിതിവാദികളാണ്. എന്നാൽ വൈഗോഡ്സ്കിയോ സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദിയാണ് അല്ലെ. അപ്പോൾ ഏകദേശം ഒരേ ചിന്താധാരയാണല്ലേ, ജ്ഞാന നിർമ്മിതിവാദികളാണ് പിയാഷെയും ബ്രൂണറും വൈഗോഡ്സ്കിയും. അതുകൊണ്ട് ഉത്തരം എന്താണ്, ഓപ്ഷൻ ഡി ആണ്, പിയാഷെ, ബ്രൂണർ, വൈഗോഡ്സ്കി. അടുത്ത ചോദ്യം നോക്കൂ, പ്രത്യക്ഷണത്തിന്റെ അഥവാ പെർസെപ്ഷന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സമഗ്രമായ അനുഭവമാണ് എന്ന് സിദ്ധാന്തിക്കുന്ന വാദം ഏത്? ചോദ്യം ഒന്നുകൂടെ നോക്കൂ, പ്രത്യക്ഷണത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സമഗ്രമായ അനുഭവമാണ് എന്ന് സിദ്ധാന്തിക്കുന്ന വാദം ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻസ് നോക്കൂ, പ്രകൃതിവാദം, യാഥാർത്ഥ്യവാദം, സമഗ്രതാവാദം, ആദർശവാദം. അപ്പൊ ഈ പ്രത്യക്ഷണം അല്ലെങ്കിൽ പെർസെപ്ഷൻ എന്ന് കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് അറിയണം അത് സമഗ്രതാവാദമാണ് അല്ലെങ്കിൽ ഗസ്റ്റാൾഡിസ് ആണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ ഇതിന്റെ ഉത്തരം എന്താണ്, ഓപ്ഷൻ സി ആണ്, സമഗ്രതാവാദം എന്നാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് മനഃശാസ്ത്രജ്ഞരും ആശയങ്ങളും എന്നുള്ളൊരു ഭാഗമായിരുന്നു. ഈ ഒരു ഭാഗത്ത് വരുന്ന പ്രധാന മനഃശാസ്ത്ര ചിന്താധാരകളെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഘടനാവാദം മുതൽ സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം വരെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ഭാഗത്ത് വരുന്ന ഒരു 15ഓളം ചോദ്യങ്ങൾ ഞാൻ മാക്സിമം ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടേത് എത്ര എണ്ണം ശരിയായി എന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു സൈക്കോളജി ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.